എല്ലാവർക്കും നമസ്കാരം. ചില അത്ഭുതങ്ങൾ നമ്മള് ജീവിതത്തിലേക്ക് എപ്പോഴും വരൂല്ലേ? അങ്ങനെ ഒരു അനുഭവം വന്നിട്ട് കുറേ ദിവസമായി എന്ന് തോന്നുന്നുണ്ട്. ഞാനിത് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ സംശയം. പറഞ്ഞോ എന്നുള്ള ഓർമ്മയില്ല. പക്ഷേ ഞാനിത് വായിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ പറഞ്ഞത് മാതിരി തോന്നിയതായിരിക്കാം. നിങ്ങൾ മുഴുവൻ കേട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. പറഞ്ഞതാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഒരു തവണ കൊണ്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാർ നമസ്കാരം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനാണ് ഇത് എഴുതുന്നത്. ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഞാൻ ത്രിമധുരം കാണാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭഗവാൻ എന്നോട് എനിക്കൊരു അനുഭവം തരുന്നത് എപ്പോഴാണെന്ന്. ഞാൻ ഭഗവാനോട് ഒരു അനുഭവം ചോദിച്ചത് കൊണ്ടാണോ അതോ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ അനുഭവം പറയാം. ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയിട്ടോ. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഭിലായിൽ നിന്നാണ് എഴുതുന്നത്. ഇനി അനുഭവത്തിലേക്ക് കടക്കാം. ഞാനും ഭർത്താവും ഒരു മകളും ഏട്ടൻ്റെ അമ്മയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. പെട്ടെന്ന് ഒരു ദിവസം ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതിരുന്ന എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം അസഹ്യമായ വയറുവേദന അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പിറ്റേന്ന് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ചു. എന്നിട്ട് ഒരു കുറവുമില്ല. എൻ്റെ ഭർത്താവ് ആകെ ഭയന്നു. അന്യനാട്ടിൽ ആരും ഒരു സഹായത്തിന് പോലും ഇല്ല. നാട്ടിൽ നിന്ന് എല്ലാവരും ഫോൺ ചെയ്ത് അവിടേക്ക് ചെല്ലാൻ പറയുന്നു. ആകെ പകച്ചുപോയി. അങ്ങനെ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് ഒരു കുറവുമില്ല. പിന്നെ ഒരു അയൽവാസി പറഞ്ഞു, ഒരു നല്ല ഡോക്ടറുണ്ട്, കുറേ ദൂരമുണ്ട്, പക്ഷേ നല്ല ഡോക്ടറാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ കണ്ടു കേട്ടോ. അപ്പോൾ അദ്ദേഹം സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് അറിഞ്ഞത് വൻകുടലിൽ ചെറിയൊരു മുഴ പോലെ കാണുന്നുവെന്ന്. അത് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവും, അല്ലെങ്കിൽ പിന്നെ ട്യൂമർ ആയിരിക്കും എന്ന്. അത് കേട്ടതും എൻ്റെ ശരീരം തളർന്നു കേട്ടോ. പണ്ട് മുതൽക്ക് ആശുപത്രിയിൽ നിന്ന് കേട്ടാൽ എനിക്ക് പേടിയാണ്. അങ്ങനെ ഡോക്ടർ ഒരു ടെസ്റ്റിന് കൂടെ പറഞ്ഞു, സ്കിൻ ടെസ്റ്റ് ചെയ്യാൻ. സ്കിൻ ടെസ്റ്റ് എന്നാണെന്ന് തോന്നുന്നു എഴുതിയത് കേട്ടോ. അങ്ങനെ ആ സമയത്ത് അത് പോസിറ്റീവ് ആകല്ലേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടോ. എൻ്റെ കണ്ണനോട് ഞാൻ അപേക്ഷിച്ചു, എനിക്ക് ഈ ടെസ്റ്റ് നെഗറ്റീവ് ആക്കി തരണേ എൻ്റെ കണ്ണ. ഞാൻ ഗുരുവായൂരിൽ വന്ന് എൻ്റെ കണ്ണനെ ഒരു താമരപ്പൂവും തുളസിമാലയും ഒരു മഞ്ഞപ്പട്ടും തന്നേക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഒരുപാട് കരഞ്ഞു. പിറ്റേ ദിവസം ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു, പോസിറ്റീവാണെന്ന്. അത് കേട്ടതും ഞാനും എൻ്റെ ചേട്ടനും എന്ത് ചെയ്യണം അറിയാതെ നിന്ന് പോയിട്ടോ. എൻ്റെ കണ്ണൻ എന്നെ കൈവിട്ടു എന്ന് ഞാൻ കരുതി. പിന്നെ ഇല്ല, എൻ്റെ കണ്ണൻ എന്നെ ഇന്ന് വരെ കൈവിട്ടിട്ടില്ലല്ലോ, ഇനി അദ്ദേഹം എന്നെ കൈവിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ഞാൻ ഡോക്ടറിനെ കണ്ടു. ഒരുപാട് വിഷമത്തോടെയാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ അദ്ദേഹം റിസൾട്ട് നോക്കിയപ്പോൾ പോസിറ്റീവ് ആണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ടെസ്റ്റ് എടുത്ത കൈ പിടിച്ച് നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം പറഞ്ഞു, കയ്യിൽ ഒന്നുമില്ലല്ലോ, ഇൻഫെക്ഷൻ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അദ്ദേഹം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മായിക ലോകത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതം എൻ്റെ ഗുരുവായൂരപ്പൻ തിരിച്ചു തന്നു കേട്ടോ. ഇതെല്ലാം എൻ്റെ കണ്ണൻ്റെ കളികളായിരുന്നു. എന്തായാലും ഞാൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. എൻ്റെ കണ്ണൻ്റെ അനുഗ്രഹം ഒരുപാട് നീണ്ടുപോയി. എൻ്റെ അനുഭവം എന്ന് എനിക്കറിയാം. എന്താ പറയേണ്ടതെന്നറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായി അവസാനം എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അതിൽ പറയുന്നുണ്ടല്ലേ. ഡോക്ടർ പറഞ്ഞു അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന്. എന്തോ മിസ്റ്റേക്ക് വന്നായിരിക്കും റിസൾട്ടിലല്ലേ. ആ മിസ്റ്റേക്കൊക്കെ വരുത്താൻ ഒരേ ആൾക്കേ സാധിക്കുള്ളൂ അല്ലേ. തെറ്റ് ശരിയും തെറ്റും ഒക്കെ ആവാൻ സാധിക്കുന്ന അങ്ങനെ ഒരു ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഭിലായിൽ നിന്ന് ഒരു അനുഭവം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല ആ നാട്ടിൽ നിന്ന്. എന്തായാലും സന്തോഷമായി. അശ്വതി, എല്ലാ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. എഴുതിയിൽ കുറച്ച് ക്ലിയർ അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് തപ്പിപ്പോയത് കേട്ടോ. അപ്പം എഴുതി അയക്കുന്നവർ കുറച്ച് വലുതാക്കിയിട്ട് നല്ല ക്ലിയറായിട്ട് ഫോട്ടോ എടുത്ത് അയക്കുക. അങ്ങനെ ആകുമ്പം വായിക്കാൻ സുഖമാവും. പിന്നെ എൻ്റെ കണ്ണിനും പ്രശ്നം ഉണ്ടാവില്ല. വളരെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് ചിലത് വായിക്കാൻ. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വന്നു എന്നുള്ളത് സത്യമാണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരിലേക്ക് എത്തിക്കുക. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരാം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗ്രൂപ്പിൽ.